ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു നിരഞ്ജന യൂട്യൂബ് ചാനൽ. അപ്പൊ കുറെ കാലത്തിന് ശേഷം നമ്മളൊരു വീഡിയോ ഇടാൻ പോവാണ്. അപ്പൊ ഇന്ന് ഒരു ഹൗസ് വാമിങ്ങിന്റെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കോഴിക്കോട് പോകണം. അപ്പൊ അതുമായിട്ടുള്ള വീഡിയോ ആട്ടോ ഇത്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇറങ്ങണം എന്ന് വെച്ചാ പറഞ്ഞേ 5 മണിക്ക് നമ്മൾ ഇവിടുന്ന് ഇറങ്ങണം. 4 മണിക്ക് എണീക്കണം എന്ന് പറഞ്ഞേ. 5 മണിക്ക് ഇറങ്ങണം എന്ന് പറഞ്ഞു. ഇപ്പൊ സമയം എത്രയായി അമ്മ? അമ്മ നേരത്തെ ഇറങ്ങണം എന്ന് പറഞ്ഞു. ഒരു ഒരുക്ക കഴിയണ്ടേ? ആരത്? അയ്യോ, ചെരുപ്പെടുത്തില്ല ഗൈസ്. നമ്മൾ ലുക്കായില്ലേ? ആ കുലുക്കല്ലാണ് പറ്റാത്ത. ഇന്ന് കുലുക്ക്. അച്ഛൻ രാത്രി 4 മണിക്ക് എണീക്കണം. രാവിലെ 4 മണിക്ക് എണീക്കണം. 5 മണിക്ക് നമ്മൾ ഇവിടുന്ന് ഇറങ്ങണം. ഇപ്പൊ സമയം എത്ര ആയി നോക്കിയത്? അച്ഛൻ സമയം എത്ര അയച്ചു ഫോണില്? എന്താണ് ഗൈസ്? 6 മണി. 5 മണിക്ക് ഇറങ്ങണം എന്ന് പറഞ്ഞ ആൾക്കാരാ. സ്കൈന്റെയോ? അങ്ങനെ നമ്മൾ വീട് കൂട്ടാണ്. നമ്മൾ ഇന്ന് നമ്മുടെ വണ്ടിയിലാണ് കേട്ടോ പോന്നെ. ഓട്ടോറിക്ഷയിലല്ലേ കുഞ്ചി പോന്നെ. ഹെയർബാൻഡ് ഒക്കെ മറന്നുപോയി. ഞങ്ങളെ മാത്രമേ എടുക്കുള്ളൂ. ഞാനും അച്ഛനായിരുന്നു. അവര് മൈക്ക് എടുക്കാൻ വേണ്ടി പോയില്ലേ. അപ്പൊ ഞങ്ങള് ഈ ജിമ്പലില്ലേ ഗൈസ്, എങ്ങോട്ടോ പോകുന്നുണ്ട്. ഗൈസ്, നമ്മളെ ആകാശം കണ്ടോ? പിന്നെ കണ്ടോ? ആകാശം കണ്ടോ? ഗൈസ്, ഒരു അമ്മയും വരുന്നുണ്ട് ഗൈസ്. ഹലോ, ഞാനൊരു പൂ പറിച്ചു. ഇതെന്ത് പൂവാ? ഇത് ബോഗൺവില്ലയാണ് ഗൈസ്, ബോഗൺവില്ല. അപ്പോൾ ഏക്ക് കൊടുക്കാം. അപ്പോൾ നമ്മള് വണ്ടിയിലിരുന്ന് സെറ്റായി. കുഞ്ഞാറ്റയോ? ഞാൻ പൂ പറിക്കാൻ പോയി. നല്ല തണുപ്പുണ്ട്. തണുപ്പുണ്ട്. നമ്മളെ ഓട്ടോറിക്ഷയിലാണ് ഗൈസ് പോകുന്നത്. ഇല്ലച്ചാ നമ്മുടെ ഓട്ടോറിക്ഷയില് വണ്ടി സ്റ്റാർട്ടാക്കാൻ പോവാണ്. പിന്നെ ഒന്നും കേക്കില്ല. പിന്നെ കുടു മാത്രമേ കേൾക്കത്തുള്ളൂ. കുടുകൂട് വണ്ടി എടുക്കുക അറിയുന്നേ. താക്കോലില്ലെങ്കിൽ ഇവിടെ തന്നെ ഇരിക്കേണ്ടി വരും. താക്കോലുണ്ടെങ്കിൽ വണ്ടി ഓളൂ. കുഞ്ഞാറ്റിക്ക് പൂ കിട്ടിയിട്ട് അതിന്റെ ഇതില. അപ്പൊ നമുക്കിനി ചായ കുടിക്കുമ്പോ കാണാം ഗൈസ്. പുറത്തിറങ്ങുമ്പോ കാണാം. അല്ലെങ്കിൽ ഈ വണ്ടിയുടെ ഈ ഒച്ച ഉണ്ടോ, ഇതിങ്ങനെ നമ്മളെ ഡിസ്റ്റർബ് ചെയ്തോണ്ട് കാണാം. അങ്ങനെ വിജയകരമായി നമ്മുടെ വണ്ടി സ്റ്റാർട്ട് ആയിരിക്കുന്നു. അച്ഛൻ മീറ്റർ കിട്ടുന്നുണ്ട്. എന്തിനാ ഞങ്ങള് പൈസ ഒന്നുമില്ലേ? ഓഫാക്കിയതാ? അച്ഛൻ
നമ്മൾ ചുരം ഇറങ്ങുന്നതിന് മുന്നേ പെട്രോൾ അടിക്കാൻ വേണ്ടിയിട്ട് നിർത്തിയതാട്ടോ. അച്ഛൻ നിൽക്കുന്ന കണ്ടാലറിഞ്ഞൂടെ, ആ ഡീസൽ ഒരു തുള്ളി നിലത്ത് വീഴാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നിൽക്കുന്നേ. താമരശ്ശേരി എത്തി. നമ്മൾ ഫുഡ് കഴിക്കാൻ പോവാണ് ഗൈസ്. എന്തുണ്ടാവും നോക്കാം. കുഞ്ഞാറ്റിക്ക് മദാലസ വേണം. മസാല ദോശ, മദാലസ. അമ്മയ്ക്ക് ദോശ. നോക്കാം എന്താണ്. എന്നെ എടുക്കുന്നത് നീയല്ല കേട്ടോ. അല്ലേ അമ്മ? ഞാൻ സമൂഹത്തിലേക്ക് മാറുകയാണ് അല്ലേ? ഞങ്ങൾ സ്പ്രിങ് ആണ്. ഞങ്ങളല്ലേ എന്താ ചെയ്യുന്നത്? അതിന് വരില്ല. എൻ്റെ പല്ല് വരില്ല ഗൈസ്. അതടിച്ചു പോയി. കുഞ്ഞാറ്റ പറിച്ച പല്ലാണ് വീട്ടിൽ പറിച്ച് അല്ലേ? ഇനി നമുക്ക് നമ്മൾ വെച്ചു കൊടുക്കേണ്ടത് കുഞ്ഞാറ്റൻ്റെ പല്ല്. ആ പല്ലിന് വെച്ചിട്ട് പച്ച തന്നെ കുറച്ചില്ലേ? രണ്ടെണ്ണം നോക്കി. രണ്ടെണ്ണല്ലോ രണ്ട് ഹോൾസ് ഉണ്ടോണം. തന്നെ ഒരു കാര്യം പറയട്ടെ. ഞാൻ സ്കൂളിൽ മാറുമെന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെ പുതിയ ഫ്രണ്ട്സ്, പുതിയ നോട്ട്ബുക്ക്, പുതിയ ബാഗ്, പുതിയ പെൻസിൽ, പുതിയ സ്കൂളിൽ. പക്ഷേ ചെറിയൊരു സങ്കടം ഫ്രണ്ട്സിന്. കുഞ്ഞാറ്റൻ്റെ ഞാനിക്കില്ല. ഞങ്ങൾ മാത്രം കഴിക്കാം.
കേറ് എന്തൊക്കെയാ പറഞ്ഞ ഒരു സെറ്റ് അല്ലേ? ആ ഒരു പറ്റ സ്റ്റീലിന്റെ ഇവിടെ ഉണ്ടല്ലോ, കമ്പളക്കാട് ഉണ്ട്. അതന്നെ കമ്പളക്കാടുണ്ട്. ആ നല്ലതുണ്ട്, നല്ല ക്വാളിറ്റി ഉള്ളത്. അപ്പം അങ്ങനെ നമ്മളിതാ ഹൗസ് വാമിങ് നടക്കുന്ന വീട്ടിലെത്തിയിട്ടുണ്ട്. ഞാനും അച്ഛനും അമ്മയൊക്കെ ഒരു റൂം കിട്ടിയപ്പോൾ അതിൻ്റെ ഉള്ളിൽ തന്നെ ഇരിക്കുകയാണ് കേട്ടോ. എല്ലാവരും എത്തി തുടങ്ങിയിട്ടുണ്ടെന്നുള്ളൂ. ഞങ്ങളാണ് നേരത്തെ എത്തിയത്. ഇനി കാണുന്നതാണ് ഞങ്ങളെ രണ്ടാമത്തെ മാമൻ്റെ വൈഫും മോളും ആണ് കേട്ടോ ഇരിക്കുന്നത്. അതൊക്കെ പറഞ്ഞേ എനിക്ക് മെസ്സേജ് വന്നിട്ടുണ്ട്. ഇല്ല ഇത് ഞങ്ങളുടെ അച്ഛമ്മേൻ്റെ പാപ്പൻ്റെ മോളും മോളുമാണ് കേട്ടോ. അപ്പോൾ അവരെ കണ്ടപ്പോൾ അവരോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. കുഞ്ഞാറ്റയാണെങ്കിൽ വാശി പിടിച്ച് അവിടെ നിന്ന് ഒരു കടയിൽ എന്നെ കൂട്ടിക്കൊണ്ടുപോയി സിപ്പപ്പും കുടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ അവിടുന്ന് നമ്മൾ ഇറങ്ങി ഇപ്പം ചെറിയ മാമൻ്റെ വീട്ടിലാണ് ഇപ്പോൾ ഉള്ളത്. അവർ എന്തൊക്കെയോ കഥയും പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ചോദിച്ചു എന്താ വീഡിയോസ് ഇടാത്തതെന്ന്. എന്താ വീഡിയോ ഇടാൻ പറ്റാതിരുന്നതെന്നുള്ളത് ഞാൻ വേറൊരു വീഡിയോയിൽ ഇടാം. അങ്ങനെ കുഞ്ഞാറ്റേൻ്റെ വാശി കാരണം നമ്മൾ ബീച്ചിലിറങ്ങി. കോഴിക്കോട് വന്നു കഴിഞ്ഞാൽ അവൾക്ക് എന്ത് ചെയ്യണം, ബീച്ചിൽ പോകണം. ബീച്ചിൽ പോയിട്ട് മണ്ണിൽ കളിക്കാനാണ് അവൾ ഉദ്ദേശം. പക്ഷെ മണ്ണ് കളിക്കാൻ പറ്റിയൊരു സമയമായിരുന്നില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, വേഗം സരുതി വാങ്ങി നമ്മൾ തിരിച്ചു വിട്ടു. അവിടെ നിന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. വണ്ടിയിലെത്തിയിട്ടാണ് നമ്മൾ കഴിച്ചത്. അവിടെ നിൽക്കാൻ പറ്റാത്ത ചൂടും കാര്യങ്ങളാണ്. നമുക്ക് പുകഞ്ഞിട്ടൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാട്ടോ. അപ്പോൾ തിരിച്ചു വരുമ്പോൾ നമ്മളെ കൂടെ ഒരാളും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. മൂത്ത മാമൻ്റെ വൈഫാണ്, അതായത് നമ്മളെ അമ്മായി. അപ്പോൾ അമ്മായി ഉണ്ടായിരുന്ന കൂടെ. മൂത്ത മാമനും അമ്മായിയൊക്കെ വയനാട്ടിൽ തന്നെയാണ്, നമ്മളും വയനാട്ടിലാണ് ഉള്ളത്. എന്നത്തെയും പതിവ് പോലെ നമ്മൾ ചുരത്തിൽ നിർത്തിയിട്ടുണ്ട്. അവിടെ ഇറങ്ങിക്കഴിഞ്ഞാലുള്ള പതിവ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കാടമുട്ട പൊരിച്ചതും അതുപോലെ ഗ്രീൻ പീസ് അല്ലെങ്കിൽ ബ്രെഡ് ഓംപ്ലേറ്റ് ഇത് മസ്റ്റാണ് കേട്ടോ. അതായത് ചൂടോടെ അവർ അപ്പം ഉണ്ടാക്കി തരും. ഒരു തവണയാണെങ്കിൽ ഞാൻ അവിടെ പോയി ഇരുന്ന് കഴിച്ചിട്ട് എൻ്റെ വായ അണ്ണാക്ക് പൊള്ളിപ്പോയിട്ടുണ്ട്. എന്നിട്ട് എത്രയോ ദിവസം കഴിഞ്ഞിട്ടാണ് കേട്ടോ അതൊന്ന് റെഡിയായത്. തിരിച്ച് വയനാട്ടിലെത്തിയിട്ടുണ്ട്. കുറച്ച് ലേറ്റായിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ അത്ര നേരത്തെ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടെങ്കിലും നമ്മളെന്ത് ചെയ്തു, നിർത്തി വന്നതുകൊണ്ട് ഒരു 10 മണി ഒക്കെ ആയിട്ടുണ്ട് നമ്മൾ തിരിച്ചെത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ അമ്മായിനെ കൊണ്ടാക്കി നമ്മൾ നേരെ വീട്ടിലേക്ക് പോയി. വീട്ടിലെത്തിയിട്ട് വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗൈസ്. എല്ലാവർക്കും വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസായി ഞങ്ങൾ എത്തുന്നതായിരിക്കും. അതുവരേക്കും ടാറ്റാ, ബൈ.